ഇവിടെ ലാൽകുമാർ നേരത്തെ ആരോഗ്യ വകുപ്പിനെ കുറിച്ചും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ചൊക്കെ വളരെ അല്പദീർഘമായി തന്നെ ലാൽ സംസാരിച്ചു. പക്ഷേ എങ്ങനെയാണോ ആരോഗ്യരംഗത്തെ വിലയിരുത്തേണ്ടത്, എങ്ങനെയാവരുത് വിലയിരുത്തൽ എന്ന് പറഞ്ഞ അതേ ട്രാക്കിലാണോ സേനാപതി വേണു ആരോഗ്യരംഗത്തെക്കുറിച്ച് പരാമർശിച്ചത്? ദീർഘിപ്പിക്കാതെ താങ്കളുടെ ഒരു അനുഭവം അതേക്കുറിച്ച് എന്തു പറയും? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ പറയാൻ നിരവധിയാണ്. അത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമീപകാലത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ നോക്കിയാൽ അറിയാം, എല്ലായിടങ്ങളിലും ഒരു ബദൽ എങ്ങനെയാണ് പദ്ധതികൾ കൊണ്ടുവരേണ്ടത്, അത് കേരളത്തിന് അനുഗുണമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് തുടർഭരണത്തിലൂടെ മാത്രം സാധ്യമായ കേരളത്തിന് ഇതുവരെ പരിചിതമല്ലാത്ത ഒരു പുത്തൻ അനുഭവമാണ് എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം നിരന്തരം സംസാരിച്ചു വരും നമ്മൾ കാണുകയാണ്. ഇപ്പുറത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ ഈ അനൈക്യം എന്നുള്ളത് പരിഹരിക്കാൻ വളരെ കാര്യമായ പരിപാടികൾ ആ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് എല്ലാവരെയും വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ കേട്ട് പുനഃസംഘടന കുറേ കൂടി കോംപ്രിഹെൻസീവായി കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിന് നടത്താൻ കഴിയുന്നുണ്ടല്ലോ. ഇവിടെ എനിക്കൊന്ന് മറുപടി വേണ്ടത് 2-3 വിഷയങ്ങളാണ്. ഞാൻ ഓരോന്നായിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. മെൻഷൻ ചെയ്തു പോകും. ഒന്ന്, ഇവിടെ വന്നൊരു വിഷയം പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, DYFIയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. DYFI പിരിച്ച പണം കൊടുത്തു. ഇപ്പോൾ വീടുണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതല്ലേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആരോപണം. കൊടുക്കാമെന്ന് പറഞ്ഞത് അതേ സാധനം നടന്നില്ല. പൈസ കൊടുത്തെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ? പൈസ കൊടുത്തു, നിങ്ങൾ പിരിച്ച പൈസ എവിടെയെന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നു. അപ്പോൾ പണം പിരിക്കുകയും പണം പിരിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയത്തിലേക്ക് കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. താങ്കൾ അത് അക്നോളജ് ചെയ്യുന്നൊരു കാര്യമാണ്. 2, ഇവിടെ വന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പെർഫോമൻസിൻ്റെ വിലയിരുത്തൽ നോക്കൂ. ഉപതെരഞ്ഞെടുപ്പ് വെച്ച് പെർഫോമൻസ് വിലയിരുത്താൻ പറ്റില്ല എന്ന് ഞാൻ കുറേ കാലങ്ങളായി പറയുന്നുണ്ട്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം കഴിഞ്ഞ CPM അധികാരത്തിന് 2021 CPM അധികാരത്തിന് വരുന്നതിന് മുമ്പ് നടന്ന ഏറ്റവും പ്രോമിനൻ്റായിട്ട് നടന്ന ഏറ്റവും അവസാനം നടന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അരൂർ ഇലക്ഷനാണ്. അരൂർ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ എന്താ? ഇടതുപക്ഷത്തിനെതിരെയുള്ള വികാരം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല നടക്കാൻ പോകുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങളെന്ന് വ്യക്തമായി അന്ന് ഞാൻ പറഞ്ഞതാണ്. സംഭവം എന്തായി? അവസാനം അരൂർ ഉൾപ്പെടെ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർ പിന്നെ തോറ്റില്ലേ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ബൈ ഇലക്ഷനെ വെച്ചിട്ടുള്ള വിലയിരുത്തൽ അതൊരു ഫൂളിഷ് കാൽക്കുലേഷൻ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ലെറ്റ് ഹിസ് വിസ്ഡം പ്രിവെയിൽ. അത് ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല, ബാക്കി അവിടെ ഞാൻ നിർത്തി. പിന്നെ അടുത്ത് ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേറൊരിടത്ത് കൊണ്ടുപോയില്ലേ? നോക്കൂ, എനിക്കൊരു അപകടം സംഭവിക്കുന്നു. ആ അപകടത്തിൽ ഞാൻ കോൺഷ്യസ് ആണെങ്കിൽ എൻ്റെ ഒരു പ്രിഫറൻസ് ഉണ്ടല്ലോ, ഞാൻ എവിടെ ചികിത്സിക്കണമെന്ന് എനിക്കൊരു പ്രിഫറൻസ് ഉണ്ട്. ആ പ്രിഫറൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണ്ടേ? അത് അയാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ അത്? ഫ്രം വേർ ടു ഗെറ്റ് ദ ട്രീറ്റ്മെൻറ്റ്. അത് റെസ്പെക്റ്റ് ചെയ്യുന്നതിന് എന്താ തെറ്റ്? നോക്കൂ, നമുക്കിവിടെ പ്രൈവറ്റ് സെക്ടറുണ്ട്, ഗവൺമെൻറ് സെക്ടറുണ്ട്. പ്രൈവറ്റ് സെക്ടർ, നമ്മൾ ഗവൺമെൻറ് സെക്ടറിന് എല്ലാം തികഞ്ഞ ഒരു സെക്ടറാണെന്ന് നമ്മൾ പറയുന്നില്ല. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലും മെച്ചപ്പെടാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണെന്നേ നമ്മൾ പറയുന്നുള്ളൂ. എന്നാൽ ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വന്നു എന്ന് ആരും പറയുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആരോഗ്യ വകുപ്പ് മന്ത്രിയോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന്. ന്യൂനതകളുണ്ട്, അതുകൊണ്ടാണ് ന്യൂനത ഉള്ളപ്പം ഓടിപ്പോവുകയും അഡ്രസ്സ് ചെയ്യുകയും പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അത് പരിഹരിക്കും എന്ന് പറയാൻ എന്താ? മന്ത്രി വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ പ്രശ്നമുണ്ട് അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് അക്നോളജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ നമ്മൾ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ സീറ്റില്ലാതെ അല്ലെങ്കിൽ ബെഡില്ലാതെ കിടക്കുന്ന ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണല്ലോ. ഇത് അനുഭവത്തിൽ വരുന്ന ആൾക്കാർക്ക് കൃത്യമായി അറിയാം എന്താണ് ഈ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയാം. ആ പറയുന്ന ടാഞ്ചിബിളായിട്ട് ഉള്ള ഒരു വിഷയത്തിനെ നിങ്ങൾ ഒരു നറേറ്റീവ് ഉണ്ടാക്കി അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലീഡർഷിപ്പ് സ്പ്ലിറ്റാണ്. നിങ്ങൾക്ക് ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് പോലും തീരുമാനിക്കുന്നതിന് മുമ്പ് ബഹളം തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക്. അത് ഫോക്കസ് ഇല്ലാത്തൊരവസ്ഥയാണ്. അതാണ് താങ്കൾ പറഞ്ഞത്. ഇവിടുന്ന് നോക്കൂ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുന്നുള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തന്നെ ഇവിടുന്ന് 3-4 പേരെ വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ സംഘടനയെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും കോൺഗ്രസിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ പറയും ഞങ്ങൾ പരിഹരിക്കും. ഇതേ പ്രശ്നത്തിൽ ഇവർ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും കൂടെ കിടന്ന് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവസാനം എന്താ നടന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ LDFിൻ്റെ ഭാഗത്ത് ഉള്ള വീക്ക്നെസ് പിടിച്ചിട്ട് നിങ്ങൾ ജയിക്കാനിരിക്കുകയാണെങ്കിൽ നടക്കില്ല ഈ കാലത്ത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമുക്ക് വീക്ക്നെസ് ഇല്ലാത്ത ആൾക്കാരല്ല. പക്ഷേ അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എങ്കിൽ അതിന് നിങ്ങൾ
വെള്ളം വാങ്ങി വെക്കുക മാത്രമേ നടക്കത്തുള്ളൂ. കാര്യം ആൾക്കാർക്ക് വേണ്ടത് എന്ത് പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയുന്നു, എന്ത് പോസിറ്റീവ് കാര്യം നിങ്ങൾ ചെയ്യുന്നു, എന്ത് നെഗറ്റീവ് നിങ്ങൾക്കുണ്ട്, ആ നെഗറ്റീവിനെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ അവസരം ഉപയോഗിച്ച് ഇതിനെ ഡിസ്കാർഡ് ചെയ്യാനും അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ജനം നോക്കുന്നത്. കാര്യം ഒരു പോസിറ്റീവ് ലൈനിലാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പുറത്തിരിക്കുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതിനനുസരിച്ച് അതിന് വില കൊടുക്കുന്നുണ്ടെന്നും ഞാൻ കരുതുന്നില്ല.